സജിമോനെ in the number 1 number 2 എല്ലാം പാപ്പ വിളയാട്ട്. He is the only one, the mega one. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അഫ്സൽ വ്ളോഗ്സ്. അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് ഡിലേ ആയിപ്പോയി വീഡിയോ ഇടാൻ. സ്കൂളിൽ നിന്ന് കുറച്ചുകൂടെ വർക്കുകൾ വന്നു, അപ്പോൾ അതൊക്കെ ചെയ്ത് തീർത്തപ്പോൾ ഏകദേശം 2 ആഴ്ചത്തോളമായി. അതുകൊണ്ടാണ് ഇത്രയും വീഡിയോ ഇടാൻ ഡിലേ ആയത്. കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ 2 ആഴ്ചയായി. അപ്പോൾ ഇന്ന് ഒരു സൂപ്പർ വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ട് ഏകദേശം 4-5 മാസത്തോളമായി. ഒരുപാട് കാലമായി നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് ആണ് ഗൈസ്. അപ്പോൾ ചിലർക്കൊക്കെ എൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ ചെറിയൊരു സംശയം വന്നതാണ് VR ആണോ എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു സാധനം നമുക്ക് അൺബോക്സ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ്. പക്ഷേ ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. ഇത് VR അല്ല, മറിച്ചൊരു ഐ മസാജറാണ് ഗൈസ്. അപ്പോൾ VR എന്ന് തോന്നി നമുക്കിത് പെട്ടെന്ന് നോക്കി തന്നെ VR എന്ന് തോന്നുള്ളൂ കേട്ടോ. ഇതൊരു ഐ മസാജറാണ്. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. സെക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ഐസൂത്ത് ലൈറ്റ് ഐ മസാജറാണ്. അതാണ് ഇതിൻ്റെ ഒരു പേര്. സംഭവം ഇതാണ് ഗൈസ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ VR എന്നേ തോന്നുള്ളൂ. ഞാനും ആദ്യം VR എന്നാണ് വിചാരിച്ചത് കേട്ടോ, പക്ഷേ ഐ മസാജറാണ്. പിന്നെ ഇതിൻ്റെ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടെ കാണുന്നത് പ്ലീസ് ചാർജ് 4 to 6 hours ബിഫോർ ഫസ്റ്റ് യൂസ്. നമ്മൾ എല്ലാ ഡിവൈസും എല്ലാ ഇലക്ട്രോണിക് ഡിവൈസും ആദ്യം ഒന്ന് ചാർജ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു പെർഫോമൻസ് അറിയാൻ പറ്റൂ. 4 to 6 മണിക്കൂർ നമ്മളിതിനെ ചാർജ് കിട്ടണം. നമ്മൾ ഇട്ട് കഴിഞ്ഞു. പിന്നെ ബോക്സിൽ പ്രത്യേകിച്ച് നോക്കാനുള്ള സ്പെസിഫിക്കേഷൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് പറയാനുള്ളത് റീചാർജബിൾ ആണ്, അതുപോലെ തന്നെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഈ ഒരു സംഭവം, ഈ ഐ മസാജറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 21 സെൻറ്റിമീറ്റർ, 21 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. പിന്നെ കുറച്ച് ഫീച്ചേഴ്സും ഈ ബോക്സിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോമ്പാക്ട് സൈസ്, ഫോൾഡബിൾ ആൻഡ് സ്ട്രെസ് റിലീഫ് ഐസൂത്ത് ലൈറ്റ് ഐ മസാജർ. നമുക്കിത് ഫോൾഡ് ചെയ്യാം, അതുപോലെ തന്നെ അൺഫോൾഡ് ചെയ്യാം. ഫോൾഡബിൾ ആണ്, ഈസി ടു ക്യാരി, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. വളരെ ചെറുതാണ്, പിന്നെ വളരെ വെയിറ്റ് കുറഞ്ഞതുമാണ്. 340 ഗ്രാം മാത്രമേ ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. പിന്നെ ഈ ഒരു സംഭവം 2 കളറിലാണെന്ന് തോന്നുന്നു അവൈലബിൾ ആയിട്ടുള്ള. കളറിൻ്റെ കാര്യം ഇവർ പറയുന്നില്ല. നമുക്ക് കിട്ടിയത് ബ്ലാക്ക് ആണ്. അതുപോലെ തന്നെ റീചാർജബിൾ ആണ്, വിത്ത് എലാസ്റ്റിക് ബാൻഡ് വരുന്ന സാധനമാണ്. നമുക്ക് കൊച്ചു കുട്ടികൾക്കും വെച്ച് കൊടുക്കാം, അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കും വെച്ച് കൊടുക്കാം. അതിനനുസരിച്ച് എലാസ്റ്റിക് ബാൻഡ് അത് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. എല്ലാ ഇലക്ട്രോണിക് ഡിവൈസിലുള്ളതുപോലെ കുറച്ച് ഫീച്ചേഴ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിഫോൾട്ട് വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്, ഈ ഒരു ഐസൂത്ത് ഐ മസാജറിൻ്റെ ഡിഫോൾട്ട് വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. 15 മിനിറ്റ് നമുക്കിത് ഡിഫോൾട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഒരു സാധനം ഞാൻ പെട്ടെന്ന് വിചാരിച്ച് ഈ ഒരു സാധനം നല്ല വെയിറ്റ് ആയിരിക്കുന്നതാണ്, പക്ഷേ 340 ഗ്രാമേ ഉള്ളൂ. വളരെ വെയിറ്റ് കുറവാണ്, അതുപോലെ തന്നെ വളരെ ചെറുതും കൂടെയാണ്. ഇനി നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു യൂസർ മാനുവലാണ് വരുന്നത് കേട്ടോ. യൂസർ മാനുവൽ പ്ലസ് വാറണ്ടി കാർഡാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ യൂസർ മാനുവൽ. അപ്പോൾ നേരെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് വായിക്കാം. ബാക്കിയുള്ളതെല്ലാം ബോക്സിൻ്റെ പുറത്ത് കൊടുത്തിട്ടുള്ളത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇൻസ്ട്രക്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ടച്ച് ദ പവർ ബട്ടൺ ഫോർ മോർ ദാൻ 2 seconds ടു പവർ ഓൺ ദ ഡിവൈസ് ഇൻ ഡിഫോൾട്ട് ഓട്ടോമാറ്റിക് മോഡ്. ഇതിൻ്റെ മോഡുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2 സെക്കൻഡ് ഇതിൻ്റെ പവർ ബട്ടൺ ഒന്ന് ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ സംഭവം ഓൺ ആവുന്നതാണ്. അതുപോലെ തന്നെ ഓഫ് ചെയ്യുന്നത് ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഓഫ് ആവുന്നതാണ് സംഭവം. പിന്നെ സോഫ്റ്റ് ടച്ച് ദ പവർ ബട്ടൺ ടു സ്വിച്ച് ഓൺ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് മസാജ് ബോർഡ്സ്. ഇതിൻ്റെ മസാജ് ബോർഡ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് മോഡാണ് ഇത് ഓൺ ചെയ്യുമ്പോൾ അവർ കൊടുത്തിട്ടുള്ളത്. നമുക്കത് മാറ്റാം. സിംഗിൾ ടച്ച് കൊടുക്കുകയാണെങ്കിൽ, ആ പവർ ബട്ടണിൽ ഒരു സിംഗിൾ ടച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അനുസരിച്ച് അത് മോഡുകൾ മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന് ഹീറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഈ ഒരു മസാജിൻ്റെ കൂടെ അവർ ഹീറ്റും കൂടെ വരുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക് മോഡിലും ഉണ്ട്, അതുപോലെ തന്നെ മോഡ് മാറ്റുമ്പോൾ ഹീറ്റ് മാത്രമായിട്ട് വരുന്നതുകൊണ്ട് ഹീറ്റിനോടൊപ്പം അവർ മസാജ് ചെയ്യും കേട്ടോ. അതും നല്ലൊരു സംഭവമാണ്. പിന്നെ പ്രത്യേകിച്ച് ഇതിൽ വാറണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എല്ലാ ഇതിലുള്ളതുപോലെ തന്നെ വേറെ ഒന്നും ഇതിലില്ല. യൂസർ മാനുവലൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് പ്രോഡക്റ്റിലോട്ട് പോകാം. പ്രോഡക്റ്റ് അവരൊരു ക്ലോത്ത് കവറിലാണ് അവർ സംഭവം നൽകിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഈ ഒരു കവർ നമുക്കൊന്ന് മാറ്റാം. ഇതാണ് നമ്മുടെ ഡിവൈസ്, നമ്മുടെ ഐസൂത്ത് ലൈറ്റ് ഐ മസാജർ സെക്ക് എന്ന് പറയുന്ന കമ്പനിയുടേതാണ്. ഇതാണ് സാധനം. വളരെ ചെറുതാണ്, അതുപോലെ തന്നെ വെയിറ്റും കുറവാണ് കണ്ടോ.
പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു VR തന്നെയാണ് ഗൈസ്, ഇതൊരു VR തന്നെയാണ്, കറക്റ്റ് VR ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എലാസ്റ്റിക് ബാൻഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു സ്പോഞ്ച് കോട്ടിംഗ് ആണ്, നമ്മൾ കണ്ണിൽ വെക്കുന്നതല്ലേ. അപ്പോൾ അവർ നല്ല കംഫർട്ടായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ പവർ ബട്ടണിനൊക്കെ ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. ഇത് നമ്മൾ ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ 2 സെക്കൻഡ് ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ സാധനം ഓൺ ആവുന്നതാണ്. ഓൺ ആകുമ്പോൾ തന്നെ ഒരു ബ്ലൂ ലൈറ്റും അതിനോടൊപ്പം ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റുമെന്നറിയില്ല, ചെറിയൊരു ശബ്ദമുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പവർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഓട്ടോമാറ്റിക് മോഡലാണ് കിടക്കുന്നത്. ചൂട് വരും, അതിനോടൊപ്പം തന്നെ സംഭവം മസാജും ചെയ്യുന്നതാണ്. ഇപ്പോൾ സാധനം ഓഫായിട്ടുണ്ട്, ചാർജ് ഇല്ല എന്നാണ് തോന്നുന്നത്. നമുക്കിത് മോഡ് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാം കേട്ടോ. സിംഗിൾ ടച്ച് കൊടുക്കുമ്പോൾ മോഡ് ചേഞ്ച് ആവുന്നതാണ്. നമുക്കിങ്ങനെ മോഡ് ചേഞ്ച് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓഫ് ചെയ്യുന്നത് 2 സെക്കൻഡ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് വയ്ക്കുമ്പോൾ സാധനം ഓഫ് ആവുന്നതുമാണ്. ഇനി നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം. അതിനു മുമ്പേ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. ഇതിൻ്റെ ചാർജിങ് ആണ് വരുന്നത്, C പോർട്ടല്ല, മറിച്ച് USB പോർട്ടാണ് കേട്ടോ ചാർജിങ് വരുന്നത്. ഇത് ചാർജർ ഇതിൻ്റെ കൂടെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ ചാർജറൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കൊന്ന് വെച്ച് നോക്കാം സാധനം. ഓക്കെ, സംഭവം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്വിച്ച് ഓൺ ചെയ്യാം. ഇത് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ തന്നെ സൂപ്പറായിട്ട് നമുക്കൊരു ഫീൽ അനുഭവപ്പെടുന്നുണ്ട്. അവർ കണ്ണിൻ്റെ ഈ സൈഡിലായിട്ടൊക്കെ ഒരു പ്രസ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഇതാണ്, സൂപ്പർ സാധനമാണ് ഗൈസ്. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ വൈബ്രേഷൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഫോൾഡായിട്ട് അൺഫോൾഡ് ആവുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഫോൾഡായിട്ട് അൺഫോൾഡ് ആവുന്നുണ്ട്. അവിടെ ഒരു എയർ പ്രഷർ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടുത്ത് ക്ലോസ് അപ്പ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്കിത് മോഡ് മാറ്റാം. നമുക്കൊരു 1 മിനിറ്റ് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ മതി. കണ്ണൊക്കെ നല്ലൊരു ഫ്രഷ് ഫീലാണ് കഴിച്ച്. ഞാനിതിപ്പോൾ ഒരു മിനിറ്റോളം വെച്ചു. നമുക്ക് നല്ലൊരു ഫ്രഷ് ഫീൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഇത് ഒന്നാമത് ഇതിൻ്റെ അകം നമുക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ കവറാണ്. താഴെ കൂടെ മുകളിൽ കൂടെ ഒന്നും ലൈറ്റോ അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഇരുട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മളിത് ഊരി കഴിയുമ്പോൾ ഒരു ഫ്രഷ്നെസ് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ മസാജും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട്, കണ്ണിൻ്റെ ഈ 2 ഭാഗത്തായിട്ട് ഒരു മസാജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഈ 2 ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചൂട് അവരടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ നല്ലൊരു ഫ്രഷ് ഫീലാണ്. ഈ ഒരു സാധനം ഇവിടെ ആയിട്ടൊന്ന് ഒരു സാധനം വരും, അതൊന്ന് നമ്മുടെ കണ്ണിൽ ഇവിടെ ഒന്ന് പുഷ് ചെയ്ത് തരും. അതാണ് ഒരു ചെറിയൊരു മസാജ് പോലെ ഫീൽ ചെയ്യുന്നത്. അത് ചെയ്ത് കഴിയുമ്പോൾ വളരെ സ്ട്രെസ് റിലീഫാണ്. അതിനോടൊപ്പം തന്നെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതാണ്. ഈ ഒരു സംഭവം വെച്ച് നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നത്. ഈ ഒരു സാധനം ഏറ്റവും കൂടുതൽ വേണ്ടത്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഇപ്പോൾ അക്കൗണ്ടൻ്റ് ആയിരുന്നാലും ശരി, മറ്റേ എഡിറ്റിംഗ് ഫീൽഡിലായിരുന്നാലും ശരി, അങ്ങനത്തെ ഉള്ള കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് ഇതൊരു പെർഫെക്റ്റ് ഡിവൈസാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് നമ്മളെപ്പോലത്തുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സാധനം വേണമെങ്കിൽ നമുക്കിത് വെക്കാം ഗൈസ്. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷേ ഈ ഒരു സാധനം നിങ്ങൾ വാങ്ങിച്ച് വെച്ചിരിക്കണം ഗൈസ്. അതൊന്നും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇലക്ട്രോണിക് കടകളിലൊക്കെ പോയി, ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ വിൽക്കുന്ന കടകളിൽ പോയി നിങ്ങൾക്ക് സംഭവങ്ങൾ വാങ്ങിച്ച് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ചില കടകളിലൊക്കെ ഈ ഗാഡ്ജറ്റ്സ് 10 ദിവസത്തോളം അവർ ഫ്രീ ട്രയൽ തരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വാങ്ങണ്ട, അല്ലെങ്കിൽ വാങ്ങാം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം. അങ്ങനത്തെ കടകളിൽ പോയി ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങണം ഗൈസ്. വാങ്ങിച്ച് നിങ്ങളിത് വെച്ച് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ഒരു സുഖം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുള്ള കാര്യം അറിയില്ല. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇത് ഫോൾഡബിൾ ആണ് കേട്ടോ. ഇത്രത്തോളം ഫോൾഡബിൾ ആണ്. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറുതാവുകയും നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനും പറ്റും. ഈ ഒരു സംഭവത്തിൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനും പറ്റും. ചാർജ് ചെയ്താൽ മാത്രം മതി. ഒരു 1 തൊട്ട് 2 മണിക്കൂർ വരെ ചാർജ് ചെയ്താൽ നമുക്ക് ഏകദേശം 1 മണിക്കൂറോളം ഈ ഒരു സാധനം ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ 15 മിനിറ്റ് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് മുമ്പ് നമ്മൾ ഈ ഒരു സാധനം വെച്ച് ഉറങ്ങിപ്പോകും. അപ്പോൾ ഫസ്റ്റ് യൂസിന് മുമ്പായിട്ട് 4 തൊട്ട് 6 മണിക്കൂർ വരെ ചാർജ് ഇടണം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സാധനം നൈസാണ്. സെക്കിൻ്റെ ഐസൂത്ത് ലൈറ്റ് ഐ മസാജർ. പിന്നെ
ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 3999 രൂപയാണ്. സംഭവം ഇത്തിരി എക്സ്പെൻസീവാണ്. നമുക്കൊരു ആൾ ഗിഫ്റ്റായിട്ട് തന്നെയാണ് സംഭവം. ഈ ഒരു സാധനം ഡിഫറെൻറ്റ് പ്രൈസസിന് അവൈലബിൾ ആണ്. ഇത് സെക്കിൻ്റെ കമ്പനി മാത്രമല്ല, ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുണ്ട്, അതല്ല ലോക്കൽ കമ്പനികളുണ്ട്. ഏറ്റവും ലോക്കൽ എന്ന് പറയുന്നത് 700 രൂപയുടേതാണെന്നാണ് തോന്നുന്നത്. 700 രൂപയുടെ വാങ്ങിച്ചിട്ട് കാര്യമില്ല. കഴിച്ചത് അതൊരു 10 ദിവസം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ലൈഫ് കുറവായിരിക്കും. പിന്നെ അതിൻ്റെ ചാർജിങ് കപ്പാസിറ്റി എല്ലാം കുറവായിരിക്കും 700 രൂപ വരെ. പക്ഷെ വാങ്ങുമ്പോൾ നമ്മൾ നന്നായിട്ടുള്ള സാധനം വാങ്ങിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം 700 രൂപ മുതൽ 10,000 രൂപ വരെ ഉണ്ട്. 10,000 രൂപയുടെയൊക്കെ നൈസ് സാധനമായിരിക്കും. ഇതിപ്പോൾ 4,000 രൂപയുടെ സാധനമാണ്. 3999 രൂപയുടെ സാധനമാണ് ഈ സെക്കിൻ്റെ ഈ ഒരു ഐ മസാജർ. അപ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും ഇത് കടകളിൽ പോയി ചോദിച്ചു നോക്കണം, ഫ്രീ ട്രയൽ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ വെച്ച് നോക്കാമല്ലോ നമുക്ക്. അതിപ്പോൾ നിങ്ങൾ വെച്ച് നോക്കിയാൽ ഇതിൻ്റെ ഒരു സുഖം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സംഭവം അടിപൊളിയാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫ്ലിപ്കാർട്ടിൻ്റെ ആമസോണിൻ്റെ ലിങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തായിരുന്നാലും പോയി ചെക്ക് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഡിഫറെൻറ്റ് പ്രൈസിൽ അവൈലബിൾ ആണ്. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതുപോലെ വാങ്ങാം. ഫ്രീ ട്രയൽ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, എല്ലാം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കണ്ടന്റ് ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കുന്നുണ്ട്. പിന്നെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ കാണാം. ബൈ.